ഏറ്റവും പുതിയ കണക്കനുസരിച്ചുള്ള വോട്ടിൻ്റെ എണ്ണം കിട്ടിയോ? ഏകദേശം 3000-ലധികം വോട്ട് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3297 ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക്. പ്രതീക്ഷിച്ച പോലെ വോട്ട് കൂടുന്നുണ്ടോ? പ്രതീക്ഷിച്ച പോലെ വോട്ട് വന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ചുള്ള വോട്ടിൻ്റെ എണ്ണം കിട്ടിയോ? ഏകദേശം 3000-ലധികം വോട്ട് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3297 ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക്. പ്രതീക്ഷിച്ച പോലെ വോട്ട് കൂടുന്നുണ്ടോ? പ്രതീക്ഷിച്ച പോലെ വോട്ട് വന്നില്ല. ഞങ്ങളിതിൽ കൂടുതൽ വോട്ട് പ്രതീക്ഷിച്ചതാണ്, അത് വന്നില്ല. ഇനിയൊരു ശക്തമായ മുന്നോട്ട് പോക്ക് വോട്ട് ശതമാനത്തിൽ ഉണ്ടാവുന്ന വരുന്നുണ്ടോ? ഇനി അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എനിവേ, ജനവിധി മാനിക്കുന്നു. ഞാൻ UR പ്രദീപിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിൽ ഒരു പാഠം പഠിക്കേണ്ട സത്യത്തിൽ കോൺഗ്രസ്സാണ്, UDF ആണ്. ഈ 177 ബൂത്തിലും രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവരത് ചെവിക്കൊണ്ടില്ല. അവർ സ്ഥാനാർത്ഥിയുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ DMK സർക്കാരിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. സർക്കാരിനൊരു തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുമായിരുന്നു DMK അവകാശപ്പെട്ടിരുന്നത്. അത്തരത്തിലുണ്ടായില്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും ഇല്ല. സർക്കാരിനെതിരെ ജനവിധിയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വയനാടും അതുപോലെ തന്നെ പാലക്കാടും ഒക്കെ UDF അല്ലേ ജയിച്ചത്. ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ് ശരിക്കും ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം. ചേലക്കരയിൽ ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിരുന്നു, വർക്ക് ചെയ്തിരുന്നു. പക്ഷേ വിചാരിച്ച രീതിയിലുള്ളൊരു വോട്ട് ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് തന്നെയായിരുന്നു. പാലക്കാടും വയനാടും നോക്കുകയാണെങ്കിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അതിൽ മാറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ചേലക്കരയിലൊരു മാറ്റം DMK സത്യത്തിൽ അവകാശപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിൽ. തീർച്ചയായും ഞങ്ങളൊരു ചേഞ്ച് ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചത്. കാരണം ഇവിടെ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ലല്ലോ. ജനങ്ങളൊക്കെ എന്നും അടിമകളായിട്ട് ജീവിക്കുന്നു. ഒരു ഡെവലപ്മെൻറ്റ്സും ഇല്ല. നല്ല റോഡില്ല, നല്ല വഴിയില്ല, ഒന്നുമില്ല. അങ്ങനെ DMK മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തില്ല അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇല്ല, അങ്ങനെയില്ല. ഞങ്ങൾക്ക് ഒരു ഷോർട്ട് പീരീഡല്ലേ കിട്ടിയുള്ളൂ. ഒരു 10-20 ദിവസം കൊണ്ടുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണത്. ആ 20 ദിവസം കൊണ്ട് തന്നെ ഇത്രയും വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ വിജയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു DMKക്ക് ഒരു തിരിച്ചടിയായി കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. DMK കൂടെ തിരിച്ചടിയാവണേ. DMK ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം പോലും ആവാത്തൊരു പാർട്ടി, അത് ചേലക്കര പോലത്തെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയിൽ മത്സരിക്കുന്നു. അവിടെ ഒരു 10,000-4000 വോട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രചരണത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്കിതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കിതിലത്ത് അങ്ങനെ ഒരു കമ്മിറ്റികളും ഒന്നും ഇല്ലല്ലോ. മണ്ഡലം കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഒന്നുമില്ല. ഇതെല്ലാം ഓർഗനൈസേഷൻസ് വരുന്നതേ ഉള്ളൂ. ഇനി പ്രോപ്പർ കമ്മിറ്റിയൊക്കെ ആയി കഴിയുമ്പം നല്ല വിധത്തിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്യാനുള്ള വോട്ടിൽ DMKയുടെ വോട്ടുകൾ ഉണ്ടാവുന്ന വരുന്നുണ്ടോ? കുറച്ചോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി വലിയൊരു മുന്നോട്ട് പോക്ക് പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും ഇല്ല. തീർച്ചയായും LDFൻ്റെ വിജയം അംഗീകരിക്കുന്നു. അതിൽ പ്രദീപിനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.